പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മനോജ് തന്റെ സന്തോഷം വീട്ടിലുള്ള എല്ലാവരുമായി പങ്കുവച്ചിരിക്കുകയാണ്. ഇപ്പോൾ PR ഗ്രൂപ്പിന്റെ എല്ലാ കാര്യവും കേരളത്തിലെ നോക്കുന്നത് ഞാനാണ്. മാത്രവുമല്ല, ഈ ജോലി ഇപ്പോഴാണ് കൺഫേം ആയത് എന്നും വ്യക്തമാക്കുന്ന മനോജ് ഇനി ബലരാമൻ ഗ്രൂപ്പിന്റെ കാര്യങ്ങളെല്ലാം കേരളത്തിൽ ഞാനാണ് നിർവഹിക്കുക എന്ന് പറയുകയും ചെയ്യുന്നു. ജീവിതത്തിൽ ഇനി വലിയൊരു മാറ്റമാണ് വരാൻ പോകുന്നത് എന്ന കൺമണിയോട് പറയുകയും ചെയ്തതിനെ തുടർന്ന് കൺമണിയും സന്തോഷിച്ചിരിക്കുകയാണ്. ചേട്ടനും ജീവിതത്തിൽ നല്ലൊരു ഉയർച്ച ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഇത് ഒരുപാട് നാളത്തെ ശ്രമത്തിന്റെ ഫലമായാണ് ലഭിച്ചത് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം ചേട്ടാ. ചേട്ടൻ ഇനിയും ജീവിതത്തിൽ മുന്നോട്ട് പോകണം, ഒരുപാട് വിജയങ്ങൾ കൈവരിക്കണം. ഇത് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ അവിടെ നിന്ന് പോയിരിക്കുകയാണ് മനോജ്. എന്നാൽ ഇതേ സമയം തൻ്റെ കമ്പനിക്ക് ഭീഷണിയായി വരുന്നത് ബലരാമന്റെ ഗ്രൂപ്പാണ് എന്ന് തിരിച്ചറിയുന്ന കൃഷ് മഹിയുമായി അന്വേഷണം നടത്തുകയാണ്. ആരായിരിക്കും ഇവിടത്തെ കാര്യങ്ങൾ നിർവഹിക്കുന്നത്? നമ്മുടെ പ്രൊജക്റ്റുകൾ ഓരോന്നായി അവർ പിടിച്ചടക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത് എന്നുമുള്ള കാര്യം ഉറപ്പിച്ചതിനെ തുടർന്നുള്ള അന്വേഷണത്തിൽ ആ രഹസ്യം ഒടുവിൽ പുറത്തു വന്നിരിക്കുകയാണ്. കൺമണിയുടെ സഹോദരൻ മനോജാണ് ആ ഗ്രൂപ്പിന് പിന്നിൽ ഇപ്പോൾ കളിക്കുന്നത് എന്നുള്ള കാര്യം മഹി അറിയിച്ചിരിക്കുകയാണ് കൃഷിനെ. ഈ കാര്യം അറിയുന്നത് കൃഷിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു. നീ പറയുന്നത് സത്യമാണോ? അതെ, ഞാൻ എന്തിനാണ് വെറുതെ നുണ പറയുന്നത്? എൻ്റെ അന്വേഷണത്തിന്റെ ഫലമായാണ് ഞാൻ ഈ കാര്യങ്ങൾ അറിയാൻ ഇടയായത്. ഈ അടുത്താണ് അയാൾക്ക് ഇതിന്റെ ചുമതല കിട്ടിയത്. അയാൾക്ക് ചുമതല കിട്ടിയതിനെ തുടർന്നാണ് അവരുടെ നീക്കങ്ങൾ ശക്തമായി മുന്നിലേക്ക് പോകുന്നതും. ഇത് കേൾക്കുന്ന കൃഷ് ഇനി നമ്മൾ എന്തു ചെയ്യും? നമ്മുടെ ഗ്രൂപ്പിന്റെ എല്ലാ കോൺട്രാക്ട്സും അവർ കൈയടക്കാൻ ശ്രമിക്കുകയാണ്. ഇത് കേൾക്കുന്ന മഹി, കൺമണിയാണോ നിങ്ങളുടെ ഡിസൈനുകളെല്ലാം ചോർത്തി കൊടുക്കുന്നത്? അവർക്ക് മികച്ച ഡിസൈനുകൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അതിന് പിന്നിൽ ആരാണ് എന്നുള്ള കാര്യം കണ്ടെത്തുക തന്നെ വേണം. നിങ്ങളെക്കാൾ മികച്ച ഡിസൈൻ ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ഡിസൈൻ എന്താണ്, എങ്ങനെയാണ് എന്ന് അറിയാവുന്ന ഒരാൾ ആ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കണം. അത് എനിക്ക് തോന്നുന്നത് കൺമണി തന്നെയാകാനാണ്. കാരണം കൺമണി ഇപ്പോൾ നിങ്ങളുടെ മെയിൻ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ വെച്ച് എല്ലാ കാര്യവും അവൾക്ക് നിഷ്പ്രയാസം അറിയാൻ സാധിക്കുകയും ചെയ്യും. ഈ കാര്യം നേരെ വീട്ടിൽ വന്ന് മനോജിനോട് പറയുന്നു. മാത്രവുമല്ല, മനോജിന്റെ കൂടെ ചേർന്നുകൊണ്ട് പുതിയൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുന്നു. എന്താ, അതിനുള്ള സാധ്യത ഇല്ലേ? ഇത് കേൾക്കുന്ന കൃഷ്, അത് ശരിയാണ്, ഞാൻ തന്നെയാണ് അവളെ വിളിച്ച് വീട്ടിലേക്ക് കയറ്റിയത്. മാത്രവുമല്ല, പക്ഷേ ആ നേരം ഞാൻ ഇങ്ങനെയൊരു ചതി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൾ എല്ലാം അറിഞ്ഞുകൊണ്ട് ഒന്നാം അറിയാത്തതുപോലെ അഭിനയിച്ച് എല്ലാവരുടെയും വിശ്വാസം കയ്യിലെടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി അവളെ കുറ്റപ്പെടുത്തിയാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇനി എന്തു ചെയ്യും? കാര്യങ്ങൾ അത്ര നിസ്സാരമായി തള്ളിക്കളയാൻ സാധിക്കുകയില്ല. പഠിച്ച കള്ളിയാണ് അവൾ. വിചാരിച്ചതുപോലെയല്ല നമ്മളുടെ ഡിസൈനുകൾ എങ്ങനെയാണ് ഇപ്പോൾ ഫെയിലിയർ ആകുന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇത് കേൾക്കുന്ന മഹി, നീ ഇനി വളരെ സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം കള്ളൻ കപ്പലിൽ തന്നെയാണ് ഉള്ളത്. മാത്രവുമല്ല, മനോജാണ് എങ്കിൽ ഇപ്പോൾ കമ്പനിയെ നന്നായി ലീഡ് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് എനിക്ക് ഇൻഫർമേഷൻ ലഭിച്ചത്. അത് വെച്ച് നോക്കുകയാണ് എങ്കിൽ അവർ ഉടനെ തന്നെ നിങ്ങളെ ടേക്ക് ഓവർ ചെയ്യും. അതിന് നിങ്ങളുടെ ഉള്ളിൽ നിന്നുമുള്ള പിന്തുണ ലഭിച്ചതിനെ തുടർന്നാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. ഇത് കേൾക്കുന്ന കൃഷ്, ആ കൺമണിയെ എനിക്ക് നേരിട്ട് കാണണം. അവളുടെ
കള്ളത്തരം വീട്ടുകാരുടെ മുൻപിൽ എനിക്ക് തെളിയിക്കണം, അവളെ വലിച്ചു കീറി ഒട്ടിക്കണം. അതാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളത്. ഇതുപോലുള്ള ചതിയുമായി ഇനി ഒരിക്കലും അവൾ അലിഗ ഡിസൈനിലേക്ക് വരരുത്. അങ്ങനെ ആലോചിക്കുമ്പോൾ പോലും അവൾ വിറയ്ക്കണം. ഇത് കേട്ടതിനെ തുടർന്ന് അതത്ര എളുപ്പമുള്ള പരിപാടിയല്ലടാ, കാരണം അവൾ പഠിച്ച കള്ളിയാണ്. മാത്രവുമല്ല അവളുടെ ഓരോ നീക്കവും ഇപ്പോൾ നോക്കുകയാണ് എങ്കിൽ വളരെ ശ്രദ്ധിച്ച് നടത്തിയതാണ് എന്ന് നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവൾ ഓരോ ചുവടും മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് നടത്തിയതാണ്. മനോജാകട്ടെ ഇപ്പോൾ കൃത്യമായ നീക്കങ്ങൾ അവളുടെ പേരിൽ നടത്തുന്നുമുണ്ട്. നീ സൂക്ഷിച്ചേ മതിയാകൂ. ആ ശരി എന്ന് പറഞ്ഞ് ഇനി എന്തായാലും ഈ കാര്യങ്ങൾ ഞാൻ എൻ്റെ അച്ഛനോടും അതുപോലെ തന്നെ ദേവ്ജിയോടും സംസാരിക്കുന്നുണ്ട് എന്ന് പറയുകയും ചെയ്യുകയാണ് ക്രിഷ്. ഇതോടെ നിന്റെ അച്ഛൻ നിന്നേക്കാൾ കൂടുതൽ വിശ്വസിക്കുന്നത് കൺമണിയെയാണ്. അതുകൊണ്ട് തന്നെ നീ ഈ കാര്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കൃത്യമായ തെളിവുകളല്ലേടാ നമ്മുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെ വിശ്വസിക്കാതിരിക്കാൻ യാതൊരു കാരണവുമില്ല. ഇന്നതോടെ അവളുടെ കള്ളത്തരം ഞാൻ പൊളിക്കും എന്ന് പറഞ്ഞ് ഡിസൈനിൻ്റെ കാര്യങ്ങളും മറ്റ് ഇൻഫർമേഷൻസുമായി സാഗറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ക്രിഷ്. ഇതേ തുടർന്ന് അച്ഛാ, പുതിയൊരു സീക്രട്ട് ഞാൻ കണ്ടുപിടിച്ചിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് പറയുകയാണ് സാഗറിനോട്. എന്താ കൃഷ്ണൻ എന്താണ് പറയാനുള്ളത്, വ്യക്തമാക്കി പറയൂ എന്ന് പറഞ്ഞതിനെ തുടർന്ന് അലിഗ ഗ്രൂപ്പിനെ ടേക്ക് ഓവർ ചെയ്യുന്നതിന് വേണ്ടി ബാലരാമന്റെ ഗ്രൂപ്പ് പദ്ധതികൾ നടത്തുന്നുണ്ട് എന്ന് അച്ഛൻ അറിയാം. അത് കേരളത്തിൽ ലീഡ് ചെയ്യുന്നത് ആരാണെന്നറിയാമോ? ഇല്ല, ആരാണ്? അത് മറ്റാരുമല്ല, മനോജാണ്. മനോജോ? ഏത് മനോജ്? ഈ വീട്ടിൽ ജോലി ചെയ്യുന്ന കൺമണിയുടെ സഹോദരൻ മനോജ്. മാത്രവുമല്ല അവർക്ക് എങ്ങനെയാണ് ഇപ്പോൾ മികച്ച ഡിസൈൻ കിട്ടുന്നത് എന്നുള്ള കാര്യം മനസ്സിലായോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് സാഗർ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.